തിരിച്ചു വരാം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കനത്ത മഴയിൽ മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിയുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി മുബഷീറുണ്ട്. മുബഷീർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ അവിടെ മണ്ണിടിഞ്ഞു വരികയാണ് എന്ന് തോന്നുന്നു. അവിടെ ഇപ്പോഴും ചെറിയ നീരൊഴുക്കുണ്ട്. ആ ഭാഗത്ത് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നോ? മുബഷീർ പി അക്ബറുണ്ട്. പരപ്പനങ്ങാടി നാടുകാണി, മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വീണ്ടും മണ്ണ് ഓരോ ഭാഗത്തു നിന്നായിട്ട് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് പ്രേക്ഷകർക്ക് കാണാം. ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണ് അപ്പാടെ ഇളകി ഇങ്ങ് താഴേക്ക് വരികയായിരുന്നു. താഴേക്ക് വന്ന് എടായി പാലത്താണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ മണ്ണിടിയുന്നുണ്ട്. ആ മണ്ണിടിയുന്നതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. മണ്ണ് ഇടിഞ്ഞ് നിറങ്ങി നീങ്ങി ഇപ്പോൾ റോഡിലേക്ക് വന്നു. നാടുകാണി മലപ്പുറം ഭാഗത്താണ് ഇപ്പോൾ പാതയിലേക്ക്, പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലേക്ക് മണ്ണ് ഇടിഞ്ഞു താഴുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ അല്പസമയം മുമ്പാണ് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നു വീണത്. മുബഷീറുണ്ട്. മുബഷീർ, അവിടെ എന്താ സംഭവിക്കുന്നത്? മണ്ണ് ഇളകി കിടക്കുകയാണല്ലോ. അല്പം അപകടകരമായ സാഹചര്യമാണോ? മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി വേഗര സംസ്ഥാന പാതയാണിത്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണിപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി കൂടെയുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഏകദേശം 200-300 മീറ്റർ അകലെയാണ് ഈ പ്രധാന ഭാഗത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക ഇവിടെ നിലനിൽക്കുന്ന ദൃശ്യങ്ങളിൽ അത്രത്തോളം ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ണി തൂർ പകർന്ന ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് നിന്ന് മണ്ണ് അടർന്നു വീഴുന്ന കാഴ്ച, മുകൾ നിലയിൽ നിന്നും മരങ്ങളൊക്കെ തന്നെ താഴോട്ട് പതിച്ചു വീഴുന്ന കാഴ്ചയാണ്. വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം മുതൽ മലപ്പുറം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി. റോഡിലോട്ട് വലിയ രീതിയിൽ മണ്ണ് നീങ്ങിയിരുന്നു. അത് വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാഴ്ച പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ്. ഏത് ഘട്ടത്തിലും ഇത് താഴോട്ട് പതിച്ചു വീഴുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അവിടെ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മുകൾ നിലയിലുള്ള മരങ്ങളൊക്കെ തന്നെ, തെങ്ങുൾപ്പെടെയുള്ള വലിയ മരങ്ങൾ താഴോട്ട് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തൊട്ടപ്പുറത്ത് റോഡിന്റെ ഒരു പാത ഒന്ന് കാണിച്ചു കൊടുത്താൽ തൊട്ടപ്പുറത്ത് അരുൺകുമാർ ഏറെ ആശങ്കപ്പെടുന്ന കാഴ്ചയാണ്. അരുൺകുമാർ, മുകൾ നിലയിൽ നിന്നും താഴോട്ട് മണ്ണ് ഒലിച്ചിറങ്ങി വരുന്ന കാഴ്ചയാണ്. വലിയ രീതിയിൽ ഭയപ്പെടുന്ന കാഴ്ചയാണ്. അത്രയധികം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വലിയ പാറക്കഷങ്ങൾ, മരത്തടികളൊക്കെ തന്നെ താഴോട്ട് ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ഇനിയും മഴ കനക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകും. തൊട്ടപ്പുറത്ത് പുഴയാണ്, കടലുണ്ടി പുഴയാണ്. സ്വാഭാവികമായിട്ട് അത് ജനങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രതികരണങ്ങളിലോട്ട് പോകാം. ഇത് എപ്പോൾ മുതൽ ഇവിടെ? ഇത് ഇന്നലെ മുതൽ കുറച്ച് ഉണ്ടായിരുന്നു. മുതൽ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി? ഇന്ന് രാവിലെ മുതലാണ് നല്ല രൂക്ഷമായിട്ട് ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ മുകൾ നിലയിൽ എന്താ, മലയാണോ അതോ വേറെ റോഡുകളുണ്ടോ? ഇല്ല, മുകളിൽ അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ ഈ ഭാഗത്താണ് വീടുകളുള്ളത്. ഇവിടെ ഒരു സ്റ്റേറ്റ് പാത്ത് സ്കൂളുണ്ട് ഈ ഭാഗത്ത്. ഇതിവിടെ മണ്ണെടുത്ത് കല്ലൊക്കെ പൊട്ടിച്ച് നിർമ്മാണം ഒരു 2 ആഴ്ച മുൻപ് വരെ നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നതാണ്. സ്വകാര്യ ഭൂമിയാണോ? സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് ഇത്. ഇത് കല്ല് ഇതൊക്കെ പൊട്ടിച്ച് അവർ എന്താ ബിൽഡിംഗ് എന്താ കയറ്റാനുള്ള ഒരു ഇതിലുള്ള ഒരു ഇതാണ്. അവിടെ മേലെ ആ ഏരിയയിൽ മേലെ ഒരു സ്ട്രെച്ച് ബാറ്റ് പറഞ്ഞിട്ട് അത്യാവശ്യം കുട്ടികളൊക്കെ വരുന്ന ഒരു സ്കൂളാണ് കാണുന്നത്. അപ്പോൾ അവിടേക്ക് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുമോ സ്കൂള്? ഈ മേഖലയൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. കുമാർ, വലിയ അപകട ഭീഷണി ഈ മേഖല നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ കുമാർ മനസ്സിലാക്കേണ്ടത് തൊട്ടുമുകളിൽ വലിയ ജനവാസ മേഖലയാണ്. സ്കൂളുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാട്ടുകാർ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലത്തുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? മുകളിൽ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ? നാട്ടുകാരോടൊന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിവരം കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും. മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ ജനവാസ മേഖല വളരെ കുറവാണ്. പക്ഷെ ആ മേഖലകളിലാണ്, ആ സൈഡിലേക്കാണ് ജനവാസങ്ങളുള്ളത്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുന്ന കണക്കിലെടുത്ത് നേരത്തെ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. ഡോക്ടർ അരുൺ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വീണ്ടും മുകൾ നിലയിൽ നിന്ന് താഴോട്ട് ഒലിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. അത്രയധികം, അതായത് തൊട്ടപ്പുറത്ത് വീടുകൾ ഉൾപ്പെടെയുണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിട്ടില്ല. ഇല്ല, നേരത്തെ ലഭിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. മഴ മുന്നേ ഒരു 3 വർഷം മുന്നേ മൊത്തമായിട്ട് മണ്ണിടിച്ച് സൈഡ് മൊത്തം പോയതാണ്. ഇപ്പൊ രണ്ടാമത് ഇവിടെ എന്താ ചെറിയൊരു ഹോസ്പിറ്റൽ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് യാതൊരു മുൻകരുതലോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആളുകളെ, ഈ മേഖലകളെ മൊത്തത്തിൽ അപകടത്തിലാക്കുന്നു. ഇതിപ്പോ താഴോട്ട് വീഴും. അതെ, ഇപ്പോൾ
ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന ആൾ കാണാം. അരുൺ ഒരു പക്ഷേ മുബഷീർ ആ ചേട്ടന്മാരോടും മുബഷീറും ഒക്കെ ഒരു സേഫായിട്ടുള്ള അകലത്തിൽ നിൽക്കുക. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാറ തന്നെ അവിടെ നിന്ന് താഴേക്ക് വരുന്നത് കണ്ടത്. അവിടെ നിന്ന് ഇപ്പോഴും ഒലിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല താഴെ നിന്നുള്ള സമ്മർദ്ദം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഒന്ന് സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുക. ആ ചേട്ടന്മാരോടും ഒന്ന് സുരക്ഷിതമായ അകലത്തിൽ നിൽക്കാൻ പറയുക. നോക്കൂ, നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ വെള്ളവും മണ്ണും പൊട്ടി അടർന്നടർന്ന് വീഴുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു പാറയാണ് നേരത്തെ ഇങ്ങനെ ഒലിച്ച് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി വന്നത്.